ട്രാവൽ ബ്രോഷർ പറഞ്ഞാലോ? ഇത് പരീക്ഷയിൽ ഇന്നേ വരെ ചോദിച്ചില്ല, എങ്കിലും നമുക്ക് പഠിക്കാം, കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് പ്രിപ്പയർ എ ട്രാവൽ ബ്രോഷർ ഓഫ് എ പ്ലേസ് ഓഫ് യുവർ ചോയ്സ്, എ പ്ലേസ് ഓഫ് ടൂറിസ്റ്റ് ഇമ്പോർട്ടൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി ഓർ എ ടൂറിസ്റ്റ് സ്പോട്ട്. എന്താ ട്രാവൽ ബ്രോഷറിൽ വേണ്ടത്? ഓപ്പൺ വിത്ത് എ കാച്ചി സെന്റൻസ്, സാറ്റിസ്ഫൈ ദി ഇൻട്രസ്റ്റ് ഓഫ് ടാർഗറ്റ് ഓഡിയൻസ്, ഹൈലൈറ്റ് ദ മെയിൻ ഫീച്ചേഴ്സ്, അതായത് സ്ഥലങ്ങളിലെ എന്താണ് മെയിൻ ഫീച്ചേഴ്സ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് സീനിക് ബ്യൂട്ടി, അഡ്വെഞ്ചേഴ്സ്, ലോക്കൽ കൾച്ചർ, ഭക്ഷണം, അതൊക്കെ പറയുക. അപ്പീൽ ടു ദി 5 സെൻസസ്, ഇതന്നെ മെയിൻ സെൻസ്. പ്രസന്റ് 1 or 2 പോസിറ്റീവ് ടെസ്റ്റിമോണിയൽസ് ഫ്രം ദി പാസ്റ്റ് വിസിറ്റേഴ്സ്, ഇൻക്ലൂഡ് അട്രാക്റ്റീവ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഡെസ്റ്റിനേഷൻ. എന്ത് മാത്രം നമുക്ക് എക്സാമിന് പറ്റില്ല? ഈ സാധനം മാത്രം എക്സാമിന് പറ്റില്ല. ഫോട്ടോഗ്രാഫ് എങ്ങനെ ഉണ്ടാക്കുക? ബാക്കി എല്ലാ കാര്യങ്ങളും എക്സാമിന് പറ്റും. ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തതിനെ പറ്റിയിട്ടല്ല. ഒരു ടൂറിസ്റ്റിന് ആ സ്ഥലത്ത് പോകണം, നിങ്ങളൊരു ടൂറിസ്റ്റ് കമ്പനിയാണ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബ്രോഷർ ഉണ്ടാക്കി കൊടുക്കില്ലേ? ആ ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണെന്ന് നമ്മൾ പറയില്ലേ? ആ സാധനമാണ് ട്രാവൽ ബ്രോഷർ. ഓക്കെ, അപ്പോൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്. അപ്പം കണ്ടവുവിനെ പറ്റിയിട്ടാണ് എഴുതണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടവുവിൻ്റെ ബ്രോഷർ ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും. ഡിസ്കവർ ദ മാജിക് ഓഫ് കണ്ടവു ഫിജി, എ ട്രോപ്പിക്കൽ പാരഡൈസ് എന്ന ടൈറ്റിലും കൊടുക്കുക. വെൽക്കം ടു കണ്ടവു ബ്ലാ 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 സീനിക് ബ്യൂട്ടി. ഇനി ഇങ്ങനെ എഴുതരുത്, സീനിക് ബ്യൂട്ടി ദാറ്റ് ക്യാപ്ചേഴ്സ് യുവർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് കുത്തു എഴുതിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നേരെ എഴുതി വെക്കാം. ഓക്കെ, അഡ്വെഞ്ചേഴ്സ്, ട്രിൽ, കൾച്ചർ ആൻഡ് ട്രഡീഷൻ, ഫീസ് ഫോർ സെൻസസ്, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ കൊടുക്കുക. അതായത് ബേസിക്കലി ട്രാവൽ ബ്രോഷർ നിങ്ങൾ കണ്ടവനെ പറ്റിയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിലുള്ള കാച്ചിക്കോ ഫുള്ള്, കോറൽ റീഫ്സ്, ജയന്റ് ടേർട്ടിൽസ്, അവിടുത്തെ റിച്വൽസ്, അവിടുത്തെ യങ് മെയ്ഡൻ വരുന്നു, അവിടുത്തെ ടിനായ് കോബോക്കയുടെയും റോഡിലിസിൻ്റെയും ഫ്ലാഷ് ബാക്കിനെ പറ്റി ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. മാക്സിമം കാര്യങ്ങളോട് കാച്ചുക, ഡീറ്റെയിൽസ്. പിന്നെ അവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി പറയാം. അപ്പീൽ ടു ദ 5 സെൻസ് എന്നല്ല, ഭക്ഷണം, അവിടുത്തെ പാട്ട്, മ്യൂസിക്കിനെ പറ്റി. അപ്പീൽ ടു ദ 5 സെൻസ്, അപ്പം ചെവിയുണ്ട്, പാട്ട് അല്ലേ. പിന്നെന്താണ് അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ചൂടാണോ, അപ്പോൾ ചൂടാണ് എന്തൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്, എന്താണ് ബീച്ച് ക്ലോത്ത്സ് വേണം, അത് മനസ്സിലായി. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയാം, ഒരു ടൂറിസ്റ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ. ഓക്കെ, അതാണ് ട്രാവൽ ബ്രോഷർ. ഇന്നേ വരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ വർഷത്തെ കുട്ടികളോട് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എക്സാമിനർ അലക്സാർ പഠിപ്പിച്ചില്ല എന്ന് നിങ്ങൾ പറയുമോ? പറയരുത്. അത്രേ ഉള്ളൂ, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, സിമ്പിളായിരിക്കും, ഫുൾ മാർക്ക് കിട്ടും. ട്രാവൽ ഇൻഫോ എന്താണ്? ട്രാവൽ ഇൻഫോ ട്രാവൽ ബ്രോഷർ നമ്മൾ വ്യത്യാസം. ട്രാവൽ ബ്രോഷർ എന്ന് പറഞ്ഞാൽ അവിടേക്ക് സഞ്ചരിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് അവിടേക്ക് സഞ്ചരിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് തോന്നണം ഇവിടെ അടിപൊളി സ്ഥലമാണ്, ഇവിടെ ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇവിടെ വരാം എന്നാണ് തോന്നണം. ട്രാവൽ ഇൻഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വരാൻ വേണ്ടി തീരുമാനിച്ചു, അവിടെ എങ്ങനെ എത്തണം, അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ, അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള ഭക്ഷണങ്ങൾ, അതിനെപ്പറ്റി അവിടെ തീരുമാനിച്ചു ഓൾറെഡി എത്തുന്നു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെ എത്താൻ വേണ്ടി എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതാണ് ട്രാവൽ അല്ലെ ഇൻഫോർമേഷൻ. അപ്പോൾ കണ്ടവുവിൻ്റെ ട്രാവൽ ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട്. എവിടെ എങ്ങനെ അവിടെ എത്തണം, ഷിപ്പ് വഴി എത്തണം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വേണം നിങ്ങൾ എക്സാജറേറ്റ് ചെയ്യുക, കുറച്ച് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കുക. കൊച്ചി പോർട്ടിൽ പോവുക, അവിടുന്ന് ഇന്ന INS ഷിപ്പ് കയറുക, ആ ഷിപ്പ് കയറിയിട്ട് അവിടെ എത്തുക, ഷിപ്പ് കയറുമ്പോൾ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, ഷിപ്പിലെ ഭക്ഷണം കിട്ടും, അത് കാര്യങ്ങളൊക്കെ പറയുക. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റീഫിൻ്റെ അവിടെ എന്തൊക്കെ മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല, ഡോണ്ട് മിസ് ഔട്ട് ഓൺ എന്തൊക്കെ റീഫുകൾ, നമുവാന ടേർട്ടിൽ കോളിംഗ്. അപ്പോൾ പറയാം നമുവാന ടേർട്ടിൽ കോളിംഗ് വർഷത്തിൽ ഇന്ന ഏപ്രിൽ മാസം ഇന്ന വീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ആ വീക്ക് വന്നാൽ മാത്രമേ ഇത് മിസ് കിട്ടുള്ളൂ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കാച്ചി വെക്കുക. വാട്ടർഫോൾ ഉണ്ട്, ട്രഡീഷണൽ ഫിജിയൻ വില്ലേജ് ഉണ്ട്, അതിനെ പറ്റി പറയാം. ക്വിസീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭക്ഷണത്തിന്റെ രീതിയാണ്. അപ്പോൾ സീ ഫുഡ് ആണ് മെയിൻലി, അപ്പോൾ ഇന്ന ട്യൂണ ഫിഷ് ഉണ്ടാവും, അത് ഉണ്ടാവും എന്നുള്ള അടിച്ചു വിടുക. ബെസ്റ്റ് ടൈം ടു വിസിറ്റിനെ പറ്റി പറയാം, ഹൗ ടു ഗെറ്റ് അറൗണ്ട് പറയാം, അതായത് അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, സ്കൂട്ടർ ഉണ്ടാവുമോ അല്ലെങ്കിൽ ടാക്സി കിട്ടുമോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. എവിടെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, കൾച്ചറൽ ഹൈലൈറ്റ്സ്, ട്രാവൽ ടിപ്സ്. ഇതെല്ലാം വേണമെന്നില്ല, ഇതെല്ലാം വേണോ? വേണ്ട. ഇതിൽ അറ്റ്ലീസ്റ്റ് എന്തൊക്കെ വേണം? അറ്റ്ലീസ്റ്റ് എന്ത് വേണം? ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇത് വേണം. ഇത് ഫുള്ളായിട്ട് വേണ്ട, ഒരു 2-3 മതി. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എന്ത് റെഡിയാണ് മക്കളെ? ട്രാവൽ ഇൻഫോ റെഡിയാണ്.